കാറ്റത്തി കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സുഭാഷിൻ്റെ വർത്തമാനം ഒളിഞ്ഞു നിന്ന് കേട്ടിട്ട് നികേഷ് വന്ന് എല്ലാവരോടുമായി പറയുന്നു. സുഭാഷ് ഏട്ടൻ, ഇവിടെ ആരാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത് എന്നൊക്കെയാണ് വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് ഹരീഷ് പറഞ്ഞു, കുക്കിങ്ങിനെ പറ്റി പറഞ്ഞാൽ വളവളാന്ന് സംസാരിച്ചോളും, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കും. ഇത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, സുഭാഷ് ഏട്ടൻ എങ്ങനെയാണോ അതുപോലെ സംസാരിക്കട്ടെ. സുഭാഷ് ഏട്ടൻ എങ്ങനെയാണെന്ന് എന്തായാലും അറിയേണ്ടതല്ലേ, ഇപ്പോഴേ അത് മനസ്സിലാക്കുന്നതല്ലേ നല്ലത്. ആ പറഞ്ഞതിനോട് എല്ലാവരും യോജിച്ചു. പിറ്റേന്ന് അമ്പലത്തിൽ നിധിയും നികേഷും വരുന്നത് വരെ സുധീഷ് അമ്പലത്തിൽ കാത്തുനിന്നു. അവർ വരുന്നത് കണ്ടയുടനെ നിധിയെ കാണിക്കാനായി സുധീഷ് ശയനപ്രദക്ഷിണം ചെയ്യുന്നതായി അഭിനയിച്ചു. എത്ര ശ്രമിച്ചിട്ടും നിധി അത് കാണുന്നില്ലെന്ന് മനസ്സിലാക്കിയ സുധീഷ് നിധി കാണുന്നത് വരെ അത് തുടർന്നുകൊണ്ടിരുന്നു. അവസാനം നികേഷും നിധിയും അത് കണ്ടുകൊണ്ട് സുധീഷിനരികിലെത്തി. അവരെ കണ്ടയുടനെ ശയനപ്രദക്ഷിണം നിർത്തി അവരോട് സംസാരിക്കാനായി എഴുന്നേറ്റ സുധീഷിനോട് ശയനപ്രദക്ഷിണം പാതി വഴിക്ക് ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മുഴുവനും ചെയ്യാൻ നിധി നിർബന്ധിച്ചു. പിന്നീട് സുധീഷ് അത് മുഴുവനും ചെയ്ത് പൂർത്തിയാക്കുന്നുണ്ട്. ക്ഷീണിച്ച് തളർന്നു വന്നിരുന്ന സുധീഷിനോട് നികേഷ് ചോദിച്ചു, എന്തിനായിരുന്നു ഈ ശയനപ്രദക്ഷിണം നടത്തിയത്? ഇത് കേട്ട് സുധീഷ് പറഞ്ഞു, നിന്റെ ഏട്ടത്തിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, ജോലിയും കിട്ടിയില്ല, അതിനു വേണ്ടിയിട്ടായിരുന്നു. ഇത് കേട്ട് നിധി പറഞ്ഞു, അമ്പലത്തിലിരുന്ന് കള്ളം പറയരുത്. സുഭാഷ് ഒരു വീടിൻ്റെ പണി സൈറ്റിലാണ്. പണി നടക്കുന്നതിനിടയിൽ ജ്യോതി വിളിക്കുന്നുണ്ട്. സുഭാഷ് ജ്യോതിയോട് വിശേഷങ്ങൾ തിരക്കുന്നതിന് പകരം വർക്ക് സൈറ്റിലെ കാര്യങ്ങളും വീട് പണിയുന്നതിനെക്കുറിച്ചുമൊക്കെയാണ് സംസാരിച്ചത്. സുഭാഷിൻ്റെ സംസാരം ജ്യോതിക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായില്ല. തിരക്കിലാണെങ്കിൽ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ജ്യോതി ഫോൺ കട്ട് ചെയ്തു. നികേഷും നിധിയും തൊഴുതു വലം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ സുനന്ദ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് കാണുന്നു. സുനന്ദയെ നോക്കി നിൽക്കുന്ന നിധിയെയും നികേഷിനെയും കണ്ടപ്പോൾ സുനന്ദ അവരുടെ അടുത്തേക്ക് ചെന്നു. ഇവിടുത്തെ നാഗദൈവങ്ങളുടെ അടുത്ത് 7 ദിവസം മഞ്ഞൾ വെച്ച് പ്രാർത്ഥിച്ചാൽ ഏത് നടക്കാത്ത കാര്യവും നടക്കുമെന്നാ. ഇനി ആ വഴി കൂടി ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ, അല്ലാതെ എനിക്കെന്താ ചെയ്യാനാവാ? സുനന്ദ അവരോട് ചോദിച്ചു. കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സുനന്ദ പോയി. പാവം അല്ലേ, സുനന്ദയ്ക്ക് ആ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. സുഭാഷേട്ടനും നമ്മളെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് വേറെ പെണ്ണ് നോക്കാൻ വന്നത്. ശരിക്കും ഇവരല്ലേ കെട്ടേണ്ടത്? എന്തെങ്കിലും ചെയ്ത് അവരുടെ വിവാഹം നടത്താൻ പറ്റില്ലേ? നിധി ചോദിച്ചു. അങ്ങനെയൊന്നും ആ വിവാഹം നടക്കില്ലെന്ന് നികേഷും സുധീഷും ഒരുപോലെ പറഞ്ഞു. ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിലും ജ്യോതി സുഭാഷിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് കറിയെക്കുറിച്ചും കറി വയ്ക്കുന്നതിനെക്കുറിച്ചുമൊക്കെയാണ് സംസാരിച്ചത്. അത് കേട്ട് മടുപ്പ് തോന്നിയ ജ്യോതി അപ്പോഴേക്കും കോള് കട്ട് ചെയ്തു. ഇതേ സമയം സുഭാഷിൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി ഉച്ചയൂണ് കഴിക്കുകയാണ്. എല്ലാവരും സുഭാഷ് ഉണ്ടാക്കിയ കറി കൊള്ളില്ല എന്നാണ് പറയുന്നത്. അപ്പോഴേക്കും ഭാസ്കരൻ കയ്യിലൊരു കവറുമായി വരുന്നുണ്ട്. കവറിൽ നിന്ന് ചിക്കൻ ഫ്രൈ എടുത്ത് നിധിക്ക് കൊടുത്തിട്ട്, മോള് കഴിച്ചോ മോളെ, ഇവന്മാർക്കാർക്കും കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ഭാസ്കരൻ പുറത്ത് വരാന്തയിൽ പോയിരുന്ന് പാട്ട് കേൾക്കുകയാണ്. ഇത് കണ്ട് നിധി പറഞ്ഞു, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛനമ്മയെ. ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും നിധിയെ ഉറ്റുനോക്കുന്നുണ്ട്. നാളത്തെ എപ്പിസോഡിൽ ജ്യോതി നിധിയെ വിളിക്കുന്നതാണ് കാണിക്കുന്നത്. നിധി ജ്യോതിയോട് സുഭാഷ് ഏട്ടനെ ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നുണ്ട്. ജ്യോതിയുടെ മറുപടി കേൾക്കാൻ കാതോർത്ത് എല്ലാവരും ഇരിക്കുമ്പോൾ ഇഷ്ടമായില്ല എന്നാണ് ജ്യോതി മറുപടി പറഞ്ഞത്. അതെല്ലാവർക്കും വിഷമമായി. പിന്നീട് നിധി ഭാസ്കരനോട് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടന് സുനന്ദയെയും സുനന്ദയ്ക്ക് സുഭാഷ് ഏട്ടനെയും ഇഷ്ടമാണ്, നമുക്ക് അവരുടെ വീട്ടിലൊന്ന് പോയി സംസാരിക്കണം. ഇത് കേട്ട് ഭാസ്കരൻ അല്പം ദേഷ്യത്തിലാണ് നിധിയെ നോക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് കാണാം. ബായ്.